നമസ്കാരം. മണി മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ഒരു സബ്ജക്റ്റാണ് പറയുന്നത്. ഇതൊരു വളരെ ക്യൂരിയസ് ആയ അല്ലെങ്കിൽ ഇപ്പോൾ റെലവൻ്റ് ആയൊരു സബ്ജക്റ്റാണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. പ്രധാനമായും ന്യൂസ് 8ൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമ്പാദ്യത്തെയും നിക്ഷേപത്തെയും പേഴ്സണൽ ഫിനാൻസിനെ പറ്റിയും പ്രാഥമിക കാര്യങ്ങൾ തൊട്ട് പറയുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോൾ ഇന്ന് വളരെ റെലവൻ്റായ സ്റ്റോക്ക് മാർക്കറ്റിലെ കഴിഞ്ഞ ദിവസം കറക്ഷൻ ഉണ്ടായി, വീണ്ടും തിരിച്ചു കയറി, അത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങളാണ് നമ്മളിന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിക്ഷേപം നടത്തുന്ന പലരും ഒരുപക്ഷെ ചോദിക്കും, ഇപ്പോൾ ഈ മാർക്കറ്റ് എന്താണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി മാർക്കറ്റിൻ്റെ ഭാവി എന്താണ്, അല്ലെങ്കിൽ സ്റ്റോക്കിൽ നിക്ഷേപിച്ചിരിക്കുന്നവരുടെ അവസ്ഥ എന്താണെന്ന് പലപ്പോഴും അങ്ങനൊരു ചിന്തയുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കുള്ള ഒരു ചെറിയൊരു ലഘു വിവരണമാണ് ഇപ്പോഴത്തെ സെനാരിയോയെ പറ്റി നമ്മൾ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇത്തരത്തിൽ റിയാക്ട് ചെയ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇലക്ഷനോടനുബന്ധിച്ച് പല റൂമേഴ്സും വന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ കയറിയതാണ്. അതായത് നിലവിലുള്ള ബി ജെ പി സർക്കാർ ഫുൾ മജോറിറ്റിയോടെ, അതായത് 272 സീറ്റിന് മേളിൽ നേടി ഭരണത്തിലെത്തുമെന്നുള്ളൊരു ഉറപ്പിനെ തുടർന്ന്, അതുപോലെ എക്സിറ്റ് പോൾ പ്രവചിച്ചതിനെ തുടർന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ കയറുകയും ഏതാണ്ട് ഓൾ ടൈം ഹൈ കട്ട് ചെയ്യുകയും 23,338 എന്ന നിഫ്റ്റി ആ ലെവലിൽ എത്തുകയും അവിടുന്ന് 2000 പോയിൻറ്റോളം കറക്റ്റ് ചെയ്ത് 21,100 ലെവലിൽ അടുത്ത് നിഫ്റ്റി എത്തുകയും ചെയ്തു. വീണ്ടും വരുന്ന 2-3 ദിവസം കൊണ്ട് നിഫ്റ്റി അത്രയും പോയിന്റ് തന്നെ തിരിച്ച് എടുത്ത് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നതാണ് 23,000 മേളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വന്നതിൻ്റെ ഒരു കാരണമാണ് നമ്മൾ പറയുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൊമെൻറ്റം ലോസ് ആയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പ്രധാന കാരണം ഈ ബി ജെ പിക്ക് മജോറിറ്റി കിട്ടിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കൂട്ടുകക്ഷി മന്ത്രിസഭയാകുമ്പോൾ അതിനെ തുടർന്നുള്ള നയരൂപീകരണത്തിലും മറ്റും തർക്കങ്ങളും മറ്റുമൊക്കെ സംഭവിക്കാം. അപ്പോൾ ഇത്തരത്തിൽ വരുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് തികച്ചും ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അതിനോട് തുടർന്നുള്ളൊരു റിയാക്ഷനാണ് നമ്മൾ ആദ്യത്തെ ദിവസം കണ്ടത്. 1-ാം തീയതി നമ്മുടെ എക്സിറ്റ് പോൾ വരികയും മാർക്കറ്റ് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുകയും റിസൾട്ട് വന്നപ്പോൾ അത്ര എത്തില്ല, അതിനെ തുടർന്ന് മാർക്കറ്റ് താഴെ പോവുകയും ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. ഇനി പൊളിറ്റിക്കൽ ഒരു ഇൻസ്റ്റബിലിറ്റി കിട്ടത്തില്ല. നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങളായി വർഷങ്ങളായി ഈ ഗവൺമെൻറ് പല മേഖലകളിലും നല്ല രീതിയിൽ മണി പമ്പ് ചെയ്തിട്ടുണ്ട്. അതായത് പല സ്കീം വഴി അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്തരം സെക്ടറുകളെല്ലാം ഡിഫൻസ് തുടങ്ങിയുള്ള പല ബാങ്കിങ് ഏരിയ, അതുപോലെ ഓട്ടോ സെക്ടർ, അങ്ങനെ പല മേഖലകളിലും നല്ല രീതിയിൽ PSU ബാങ്ക്സ് അത്തരത്തിൽ നല്ല രീതിയിൽ വളർച്ച കാണിച്ച ഓഹരികളിൽ തന്നെയാണ് ഈ കറക്ഷൻ നേരിട്ടത്. ഈ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയിൽ ഒരു ചെറിയൊരു ലാഗിങ് വന്നു, അല്ലെങ്കിൽ ഒരു സംശയം മാർക്കറ്റിനുള്ളതുകൊണ്ടാണ് അത് സംഭവിച്ചത്. ഇനി വരുന്ന സമയങ്ങളിൽ മാർക്കറ്റ് പ്രധാനമായും പരിഗണിക്കുന്നത്, ഇനി അവരൊരു 100 ഡേ ആക്ഷൻ പ്ലാനിനെ സംബന്ധിച്ചൊരു വിവരം ഉണ്ടാവും. അപ്പോൾ അതിനെ മാർക്കറ്റ് വളരെ കാര്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നത്. അതുപോലെ ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാവും. പിന്നെ ബഡ്ജറ്റ്, ഇതുപോലെ പുതിയ പോളിസി അനൗൺസ്മെൻറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളുണ്ടാവും. അതായത് ഇനി വരുന്നൊരു 3 മാസം ഈ ബഡ്ജറ്റ് കഴിയുന്നത് വരെ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഈ സമയത്ത് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നവർക്കും നല്ല രീതിയിലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നവർക്കും വളരെ നല്ലൊരു അവസരമാണിത്. ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് കേട്ടിട്ടുണ്ട്, ഈ മാർക്കറ്റിലെ ഈ കയറ്റി ഇറക്കങ്ങളിൽ BJP ഇതിൻ്റെ പുറത്തൊരു സ്കാമിലുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്തരം സ്കാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊരു സാധ്യത മാത്രമാണ്, നമ്മൾ തള്ളിക്കളയാനാവില്ല. ഇനി ഇതുപോലെ തന്നെ പല കമ്മിറ്റികളും സെബിയും ഒക്കെ ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടിയായിട്ട് വന്നാൽ മാർക്കറ്റ് വീണ്ടും നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ അതിന് സാധ്യത കുറവാണ്. പല മീഡിയാസും റിപ്പോർട്ട് ചെയ്യുന്നത് അന്നത്തെ ദിവസം വളരെയധികം സെല്ലിങ് നടന്നു എന്നൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 3 മാസമായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല രീതിയിൽ സെല്ല് ചെയ്ത ശേഷം അവരുടെ ഫണ്ട് ചൈനീസ് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ചൈനയിൽ മാസങ്ങളായി വർഷങ്ങളായി വന്നിരുന്ന ഒരു റിസഷൻ്റെ ഭാഗമായി നല്ല രീതിയിൽ സ്റ്റോക്കുകൾ നല്ല വാല്യുവേഷനിൽ കിട്ടുന്ന കാരണം അങ്ങോട്ട് ക്യാഷ് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതൊരു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്ന് ഇന്ത്യൻ മാർക്കറ്റ് താഴെ പോകാനുള്ള അത്ര ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല. ഇന്ത്യൻ എക്കണോമിയെ പറ്റി നല്ല കോൺഫിഡൻസ് ആണ് ഇപ്പോഴും. നല്ല രീതിയിലൊരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയും കൂടെ വന്നാൽ അവർ വീണ്ടും തിരിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ നിക്ഷേപിക്കാനാണ് സാധ്യത. പക്ഷേ ഇത്തരമുള്ള വോളറ്റാലിറ്റി നമ്മൾ നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കണം. ഇനിയിപ്പോൾ ലംസോ എമൗണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ 2-3 സ്റ്റേജായിട്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി ഈ ഒരു ചെറിയ സംഭവത്തിൻ്റെ അടുത്ത് പാനിക്കാവേണ്ട കാര്യമില്ല. ഈ ഒരു സ്കാം ആണെന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു തീരുമാനം വന്നാൽ മാത്രമേ പേടിക്കേണ്ടതുള്ളൂ. അപ്പോഴും ഒരു കറക്ഷൻ ഉണ്ടായാൽ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിനു മുമ്പ് കൊറോണക്കാലത്തൊക്കെ വന്ന പോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആ സമയത്ത് വരാം. കുറച്ച് നാൾ മാർക്കറ്റ് കൺസോൾട്ടേഷൻ നിന്നാലും പല സ്റ്റോക്കുകളിലും 20-30% അല്ലെങ്കിൽ 50% കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ എക്കോണമി സ്ട്രോങ് ആണ്. ഫിനാൻഷ്യൽസ് എല്ലാ ഡേറ്റാസും പോസിറ്റീവാണ്. GDP അടക്കമുള്ള ഡേറ്റാസ് പോസിറ്റീവാണ്. അതുകൊണ്ട് സ്റ്റേ ഇൻവെസ്റ്റഡ്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇന്ത്യൻ എക്കോണമിയെ വിശ്വസിക്കാം. ഇനി വരുന്ന രാഷ്ട്രീയ സംഭവങ്ങൾ മാർക്കറ്റിനെ സ്വാധീനിക്കുമെങ്കിലും വളരെ നല്ല രീതിയിൽ പോകുമെന്ന് പ്രത്യാശിക്കാം. താങ്ക് യു.